കേരള സഭയിലെ നവീകരണ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സന്യാസ സഭയാണ് MSMI. MSMI സന്യാസ സഭയുടെ ഇപ്പോഴത്തെ വികാർ ജനറൽ ആയിരിക്കുന്ന റവറൻ സിസ്റ്റർ ലെറ്റീഷ്യ MSMIയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. പാലാ രൂപതയിൽപ്പെട്ട പാറേമാക്കൽ കുടുംബത്തിൽ വല്യാത്ത് അന്നമ്മ ദേവസ്യ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമത്തെ കുഞ്ഞായി ജനനം. പാലായിൽ നിന്നും കണ്ണൂരിലെ ചെമ്പേരിയിലേക്ക് കുടിയേറിയ കുടുംബത്തിൻ്റെ കുടിയേറ്റ കാലത്തെ നോവും വേവും അനുഭവിച്ചറിഞ്ഞ ബാല്യം. പിന്നീട് MSMI സന്യാസ സഭയുടെ ശൈശവദശയിലെ കഷ്ടതകളിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരിമാർക്ക് കരുത്തു പകർന്ന യൗവനം. എല്ലാം മദർ ലെറ്റീഷ്യ പങ്കുവയ്ക്കുന്നു. കോൺവെന്റിൽ ചേർന്ന നാൾ മുതൽ ഇന്നോളം എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട വർക്കിച്ചൻ്റേത്. ഞങ്ങൾ ആദ്യകാലത്ത് മഠത്തിൽ വന്നപ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛനവിടെ പള്ളിയിൽ നീലറിയിൽ മുട്ടുകുത്തി സക്രാരിയിൽ നോക്കി കൈകൂപ്പി നിൽക്കുന്ന ചിത്രമായിരുന്നു മനസ്സിലതിപ്പോഴും പതിഞ്ഞിട്ടുണ്ട്. ദീർഘസമയം ദീപികാനന്ദത്തിന് മുമ്പിൽ അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികൾക്കും അതൊരു വലിയ മാതൃകയായിരുന്നു. പള്ളിപ്പണിയുടെയും മറ്റ് വലിയ തിരക്കുകളുടെയും ഇടയ്ക്കും എല്ലാ ദിവസവും കോൺവെൻറ്റിൽ വന്ന് കുട്ടികളായ ഞങ്ങൾക്ക് അച്ഛൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു. തിരുസഭാ ചരിത്രവും സഭ ആരംഭിച്ചതിൻ്റെ ലക്ഷ്യവുമെല്ലാം ഞങ്ങൾക്ക് സ്ഥാപക പിതാവിൽ തന്നെ കേൾക്കുവാനായിട്ട് സാധിച്ചു. അപ്പം ഞങ്ങളുടെ പ്രധാന ഫോർമേഷൻ മദർ ട്രീസായും ബഹുമാനപ്പെട്ട വർക്കിച്ചനുമായിരുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്നു. പിന്നെ വന്ന നാൾ മുതൽ എല്ലാ കാലത്തും അച്ഛൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം തരുമെങ്കിലും തെറ്റുകളൊക്കെ സ്നേഹപൂർവ്വം തിരുത്തി തരുമായിരുന്നു. അച്ഛൻ്റെ കഠിനാധ്വാനവും ജീവിത ലാളിത്യവും ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വവും അധികാരികളോടുള്ള വിധേയത്വവും എല്ലാം ഞങ്ങൾക്ക് വലിയ മാതൃകയായിരുന്നു. അനുസരണയ്ക്ക് അച്ഛൻ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അച്ഛൻ്റെ ജീവിതത്തിലും. അതേസമയം തെറ്റാണെന്ന് പറയുവാനുള്ള വലിയൊരു ചങ്കൂറ്റമുണ്ടായിരുന്നു. മനുഷ്യപ്രീതിയേക്കാൾ കൂടുതൽ ദൈവപ്രീതി ആണ് വേണ്ടതെന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കൊളുത്തുവേലിയിലായിരുന്ന കാലം അച്ഛൻ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചിരുന്ന കാലമായതുകൊണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നതുകൊണ്ടും വളരെ അടുത്ത് ഇടപഴകാനായിട്ടും അച്ഛൻ്റെ ചൈതന്യം നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അച്ഛൻ്റെ തീരുമാനങ്ങൾക്കെല്ലാം മൂല്യത്തിലധിഷ്ഠിതമായ തീരുമാനങ്ങളായിരുന്നു എടുത്തിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് ആദ്യകാലത്തെ കുടിയേറ്റ കാലത്തെ പുരോഹിതനായതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച വ്യക്തിത്വമായതുകൊണ്ട് ഞങ്ങളെയും ആ ലാളിത്യത്തിൽ വളർത്തുവാനായിട്ട് അച്ഛൻ നിഷ്ഠ പുലർത്തിയിരുന്നു. നമ്മുടെ ജീവിതം ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒപ്പമായിരിക്കണം എന്ന് അച്ഛൻ പറയുമായിരുന്നു. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ചമ്മലിലൊരു കോൺവെൻറ്റ് തുടങ്ങിയപ്പോൾ അവിടെ ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി കോൺവെൻറ്റിലേക്ക് ഫോൺ കണക്ഷന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുത്തുവിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം നിന്നാൽ മതി. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലെ ജനങ്ങളോടൊപ്പമായിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പള്ളിയിൽ വരുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു, നിങ്ങൾ ജനങ്ങളോടൊപ്പം ഇടകലർന്ന് നിന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രചോദനമാകും. അങ്ങനെ നമ്മൾ സ്ഥാപനങ്ങളുണ്ടാക്കി സ്ഥാപനത്തിൽ ആയിരിക്കുകയല്ല വേണ്ടത്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കരുത് എന്നത് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു. ഞങ്ങൾ ആശുപത്രിയോ ഒക്കെ പണിയുവാണെങ്കിൽ ഒരുപാട് ബെഡുള്ള വലിയ സ്പെഷ്യാലിറ്റികളൊക്കെ മറ്റ് സ്ഥലമുള്ളവരുണ്ടാക്കും, അങ്ങോട്ട് റെഫർ ചെയ്താൽ മതി. നമ്മളങ്ങനെ വലിയ സ്ഥാപനം ഉണ്ടാക്കിയാൽ അതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയില്ല. അപ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരും രോഗികൾ സുഖപ്പെട്ടു പോയാലും അവരുടെ വീടുകൾ സന്ദർശിക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർ ആ കുട്ടികളുടെ വീടുകളിലേക്കും പോകണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ സന്ദർശനം, കുടുംബ നവീകരണം എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ആദ്യകാലം മുതലേ അച്ഛന് ഒരാഗ്രഹമുണ്ടായിരുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയെങ്കിലും സിസ്റ്റേഴ്സ് ധ്യാനം നടത്തണമെന്ന്. അന്ന് സിസ്റ്റർമാർ ധ്യാനിപ്പിക്കുന്ന പതിവില്ലെങ്കിലും അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞ്. ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രസംഗ മത്സരമൊക്കെ നടത്തി അതിൽ നിന്ന് 2-3 പേരെ തിരഞ്ഞെടുത്തിട്ട്
CMAയിലെ അച്ഛന്മാരിൽ നിന്നും ബർത്തലമേ അച്ഛൻ്റെയൊക്കെ ധ്യാന നോട്ടുകൾ മേടിച്ച് സിസ്റ്റേഴ്സിന് കൊടുത്തു. നിങ്ങളിത് പഠിച്ച് കുട്ടികൾക്ക് ധ്യാനം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അത് കാര്യമായിട്ട് പുരോഗമിച്ചില്ല. അച്ഛൻ്റെ ആ സ്വപ്നം പൂർത്തിയായത് അല്ലെങ്കിൽ ഫലമണിഞ്ഞത് അച്ഛൻ കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് വന്ന ശേഷമാണ്. ആദ്യം അവരൊക്കെ പറയുകയും സ്കൂളിലെ കുട്ടികളെ ധ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിനെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ 1976 കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വെച്ച് നടത്തിയ കരിസ്മാറ്റിക് ധ്യാനത്തിൽ അച്ഛൻ പങ്കെടുത്തു. ഫാദർ റൂഫസ് പെരേരയും മറ്റൊരച്ഛനും കൂടി ജെസ്യൂട്ട് ഫാദേഴ്സായിരുന്നു ധ്യാനിപ്പിച്ചത്. അപ്പോൾ അച്ഛനും ഞങ്ങൾ ഏതാനും സിസ്റ്റേഴ്സും അവിടെ പോയി ധ്യാനം കൂടി. അപ്പോൾ അച്ഛനത് വലിയൊരു അനുഭവമായിട്ട് മാറി. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങളോട് നേരത്തെ മുതൽ പറഞ്ഞിരുന്ന കാര്യം പ്രാവർത്തികമാക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു. ആദ്യം ഒരു 8 പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പിനാണ് അച്ഛൻ ധ്യാനം നടത്തിയത്. പിന്നീട് കുളത്തുവല ഇടവകയിലെ വികാരിയച്ഛൻ വിളിച്ചിട്ട് അവിടെ ചെറിയ ഗ്രൂപ്പുകൾക്ക് ധ്യാനം നടത്തി. അങ്ങനെ ആ ധ്യാനം വളർന്നു വന്നു. അപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, ഞാനൊരു മിഷണറി ആകുവാൻ ആഗ്രഹിച്ചെങ്കിൽ അതെനിക്ക് മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചത് ഈ നവീകരണത്തിലേക്ക് വന്ന ശേഷമാണ്. അതുവരെ കുടിയേറ്റ മേഖലയിലെ പള്ളി പണിയിപ്പീരും സ്കൂൾ പണിയിപ്പീരും റോഡ് വെട്ട് ഇങ്ങനത്തെ പണികൾക്കാണ് നേതൃത്വം കൊടുത്തതെന്നും. ബഹുമാനപ്പെട്ട ലെറ്റീഷ്യ മദർ, MSMI സമൂഹത്തിന് ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. സമൂഹത്തിൻ്റെ ആദ്യ ബാച്ചിലെ അംഗമായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് മദർ. ആരംഭകാലത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ സ്വീകരിച്ച് തൻ്റെ സന്യാസ ജീവിതത്തിൽ എന്നും സംതൃപ്തി കണ്ടെത്തിയ വ്യക്തി. ആഴമായ പ്രാർത്ഥനാ അനുഭവം, പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹജമായ ഭക്തി, ഇവയെല്ലാം മദറിൽ വിളങ്ങിയിരിക്കുന്ന ഗുണങ്ങളാണ്. സ്ഥാപക പിതാവായ മോൺസിഞ്ഞർ CJ വർഗീച്ചനോടൊപ്പം ദീർഘകാലം ഈ മാതൃഭവനത്തിൽ ആയിരിക്കുവാൻ മദറിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ ജീവിത രീതി, ഏവരെയും വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന വ്യക്തിത്വം, എല്ലാവരോടും സമഭാവനയോടെ ഇടപെടുന്ന വ്യക്തി, ഇതെല്ലാം മദറിൻ്റെ പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്നാണ് മദറിന് ലഭിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വിമലാലയത്തിലെ ചാപ്പലിൽ രാവിലെ ഏറ്റവും ആദ്യം വരുന്ന വ്യക്തി മദർ തന്നെയാണ്. രാവിലെ പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ ചാപ്പലിൽ ചെല്ലുമ്പോൾ എന്നും കാണുന്ന ഒരു ദൃശ്യമുണ്ട്. അരണ്ട വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ പാദാന്ത്യത്തിലിരുന്ന് സക്രാരിയെ നോക്കി പ്രാർത്ഥിക്കുന്നു. അതെന്നും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. മദറിൻ്റെ ഈ പ്രാർത്ഥന അനുഭവം തന്നെയാണ് എന്നും സന്തോഷത്തോടെ സന്യാസത്തിലായിരിക്കുവാനായിട്ട് മദറിന് സാധിച്ചിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദിവികാരുണ്യ ഭക്തിയിൽ വളരുവാൻ സന്യാസ ജീവിതത്തിലേറെ സഹായകമായത് സ്ഥാപക പിതാവിനുള്ള ദിവികാരുണ്യ ഭക്തിയായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചെറിഞ്ഞ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമാണ് 1964 ബോംബെയിൽ വെച്ച് നടന്ന ദിവികാരുണ്യ കോൺഗ്രസ്സിൽ സംബന്ധിക്കുവാൻ സാധിച്ചത്. വ്രതവാഗ്ദാനം നടത്തി സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 4 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പോൾ ദൈവം വലിയ ഒരു കാരുണ്യം കാണിച്ച ഒരനുഭവമാണ് എനിക്കുള്ളത്. സ്ഥാപക പിതാവിൻ ജവർക്കേച്ചിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഗുരുനാഥയും മദറുമായ മദർ ട്രീസ MSJയും പിന്നെ കുളത്തവയിൽ നിന്നുള്ള ഏതാനും ചേട്ടന്മാരും യാത്രയ്ക്ക് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ബസ്സിന് കൊച്ചിയിലെത്തി. അവിടെ നിന്നും കപ്പലിലായിരുന്നു യാത്ര. പോകുന്ന വഴി ഗോവയിൽ പോകുവാനും വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് അവസരമുണ്ടായി.
ബോംബെയിലെത്തി. ഞങ്ങൾ താമസിച്ചിരുന്നത് കപ്പലിൽ തന്നെയായിരുന്നു. കപ്പലിൽ നിന്നും ഓരോ ദിവസവും രാവിലെ ബസ്സിന് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ്, 5:30 മുതലാണ് പ്രോഗ്രാം നടക്കുന്നതെങ്കിലും അച്ഛൻ രാവിലെ തന്നെ ഈ അച്ഛൻ്റെ ടീമിൽപ്പെട്ട ചേട്ടന്മാരെയും ഞങ്ങളെയും കൂട്ടി ബോംബെയിലുള്ള പല സ്ഥലങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുവാനായിട്ട് പോകുമായിരുന്നു. ഞാൻ വളരെ ജൂനിയർ ആയതുകൊണ്ട് അധികാരികളോടൊപ്പമുള്ള യാത്രയിൽ കുറച്ചൊക്കെ പരിഭ്രമമുണ്ടെങ്കിലും വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. പോയ വഴിക്ക് ചേട്ടന്മാർക്ക് അമ്മച്ചിമാർ കൊടുത്തുവിട്ട പഴവും മറ്റ് പലഹാരങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് തിന്നുകയുണ്ടായി. അത് രസകരമായ അനുഭവമായിരുന്നു. വൈകുന്നേരങ്ങളിൽ മീറ്റിങ്ങിന് സംബന്ധിക്കുവാനായിട്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ സ്ഥലം പിടിക്കും. രാവിലെ തുടങ്ങിയ ഗ്രൗണ്ട് നിറച്ചും ആളുകളായിരിക്കും. 5:30 തുടങ്ങുന്നെങ്കിലും അപ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഒരു അത്ഭുത ലോകത്തിൽ ചെന്ന അനുഭവമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, ദൈവജനം, ഇങ്ങനെ വലിയ ഒരു സമൂഹമാണ്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് തിരുപ്പട്ട സ്വീകരണം, വിവാഹ ആശീർവാദം, മാമോദിസ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കുദാശകൾ പരികർമ്മം ചെയ്യുന്ന പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. അവിടെ പറയുന്ന ടോക്കുകളെല്ലാം ഇംഗ്ലീഷിലായിരുന്നുകൊണ്ടും എനിക്കതെല്ലാം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും മലയാളം പേപ്പർ കിട്ടുമായിരുന്നു കപ്പലിൽ. അപ്പം ഞാൻ രാവിലെ തന്നെ ഓരോ ദിവസവും പത്രം വായിച്ച് അന്ന് നടന്ന തലേദിവസം നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അങ്ങനെയായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞായിരുന്നു എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം, വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇതെല്ലാം ഹൃദയസ്ഥമാക്കിയത് ദീപികയും മനോരമയൊക്കെ അതുപോലെയുള്ള മലയാളം പേപ്പറുകൾ അവിടെ അതാത് ദിവസത്തെ വാർത്തകളുമായിട്ട് വന്നിരുന്നത് പോകുന്നതിന് മുമ്പ് തന്നെ വായിച്ച് മനസ്സിലാക്കുമായിരുന്നു. ആ ദിവസങ്ങൾ ദീപികാരനത്തോട് കൂടുതൽ ആഴമായ ഭക്തിയും സ്നേഹവും വർദ്ധിക്കുവാനിടയായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ വരുന്നത് ദീപികാരനെ കോൺഗ്രസിൽ സംബന്ധിക്കുവാനാണ്. പോൾ 6 മാർപ്പാപ്പ. അദ്ദേഹം സമർപ്പിതർക്ക് തനിച്ച ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുത്ത് മാർപ്പാപ്പയെ കാണുവാൻ സാധിച്ചത് വലിയൊരു അനുഭവമായിരുന്നു, ഭാഗ്യമായിട്ട് കരുതുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ വേഷങ്ങളിലും വിവിധ ഭാഷ സംസാരിക്കുന്നവരുമായ വ്യക്തികളുടെ ഒരു വലിയ സമ്മേളനമായിരുന്നു. കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും അൽമായ സഹോദരങ്ങളും എല്ലാം ചേർന്ന ഒരു സമ്മേളനം. ഈ സമയത്ത് പരിശുദ്ധ പിതാവ് സമർപ്പിതരുടെ സമ്മേളനത്തിൽ നൽകിയ ഫോട്ടോ ഇന്നും ഞാനത് കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 50 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു നിക്ഷേപ നിധിയായിട്ട് തന്നെ എനിക്കത് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. സന്യാസിത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടില്ലെങ്കിലും ഓരോ വർഷവും കുട്ടികൾ മഠത്തിൽ ചേരാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് അച്ഛൻ 1967 കോർപ്പറേറ്റ് മാനേജറായിട്ട് സ്ഥലം മാറിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഓടി ചെന്ന് അതിനൊരു പ്രതിവിധി കാണുമായിരുന്നു. സ്ഥലത്തില്ലാതിരുന്നത് വന്ന കാലഘട്ടത്തിലാണ്. പിന്നെ അംഗസംഖ്യ കൂടുകയും ചെയ്തു. സാമ്പത്തികമായിട്ടുള്ള വരുമാനങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ ക്ലേശിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അന്നത്തെ വലിയൊരു കൂട്ടായ്മയായിരുന്നു. മദറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സമൂഹത്തിന് വലിയ ശക്തിയായിരുന്നു ആ കൂട്ടായ്മ. എല്ലാവരും ഒരുമിച്ച് ഏത് പണിക്കും ഇറങ്ങുമായിരുന്നു. കലിയമക്കാനോ അതുപോലെ മറ്റേത് പണിക്കാണെങ്കിലും സിസ്റ്റേഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു വലിയ ശക്തിയായിട്ട് അനുഭവപ്പെട്ടു. ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ രൂക്ഷമായി. ഭക്ഷണം കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ബാച്ചുകാരെ ജൂനിയർ സിസ്റ്റേഴ്സിനെയും പിന്നെ ഒരു ബാച്ച് ഫോർമേഷനിലെ കുട്ടികളെയും 1 മാസത്തെ അവധി കൊടുത്ത് വീട്ടിൽ വിട്ടത് ഞാൻ ഓർക്കുന്നു. അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ മതി എന്ന് കുട്ടികളോട് പറഞ്ഞു. സിസ്റ്റേഴ്സ് 1 മാസം വീട്ടിൽ അവധിക്ക് പൊക്കോളാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫോർമേഷനിലെ കുട്ടികൾ പലരും തിരിച്ചു വരികയില്ലായിരിക്കും, കാരണം ഇങ്ങനത്തെ കഷ്ടപ്പാടെല്ലാം ഉള്ളത് കൊണ്ട് അവർ വരില്ല എന്ന് ഞങ്ങൾ കരുതിയെങ്കിലും അവരെല്ലാവരും തിരിച്ചെത്തി. 1 മാസം മുമ്പ് തന്നെ അവർ തിരിച്ചു വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലരൊക്കെ തിരിച്ചു വരണ്ടെന്ന് ഓർത്തെങ്കിലും ഇവിടുത്തെ കൂട്ടായ്മയും പ്രാർത്ഥനയും അവർക്ക് നല്ല സന്തോഷമുള്ള സിസ്റ്റേഴ്സും അവർക്ക് ഇച്ചിരി പ്രത്യേകതയായിരുന്നു. എല്ലാവരും ചിരിക്കുന്ന സിസ്റ്റേഴ്സ് ആയിരിക്കണമെന്ന്. അപ്പോൾ ആ സന്തോഷകരമായ കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് അവർക്ക്
വലിയൊരു പ്രചോദനമായിരുന്നു അവർ പറയുകയുണ്ടായി. അതിൻ്റെ പേരിൽ ആരും അധ്വാനത്തിൻ്റെയോ പട്ടിണിൻ്റെയോ പേരിൽ തിരിച്ചു പോയില്ല. ആ അവധി പൂർത്തിയാക്കാതെ തന്നെ അവർ തിരിച്ചെത്തിയ സംഭവം ഞാൻ ഓർക്കുകയായിരുന്നു. അച്ഛൻ ആദ്യം മുതലേ അച്ഛൻ നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വ്രതലംഘനമൊന്നുമല്ല, നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു. ഒരു കത്തിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്, ചിരിക്കാത്ത സിസ്റ്റേഴ്സിനെ വ്രതം ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. തമാശയായിട്ടാണെങ്കിലും എഴുതി. പിന്നെ പറഞ്ഞു, ഇനി അഥവാ വ്രതം ചെയ്തവരാണെങ്കിൽ അവരെ മദർമാരാക്കിയേക്കരുതെന്ന്. അപ്പോൾ അച്ഛന് ഒരു നിർബന്ധമായിരുന്നു നമ്മുടെ ഈ സന്യാസ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് അച്ഛൻ്റെ ഒരു താല്പര്യമായിരുന്നു. അച്ഛനും ചിരിക്കുകയും ചെയ്യും, അതുപോലെ സന്തോഷമുള്ളവരായിരിക്കണം എന്ന് എപ്പോഴും അതിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് ഇല്ലാത്ത പ്രൗഢിയൊന്നും കാണിക്കേണ്ട, ലാളിത്യത്തെ അച്ഛൻ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ ഭവനത്തിൽ വന്നപ്പോൾ അച്ഛൻ വല്ലപ്പോഴും വന്നില്ലെന്നൊരു ബ്രാഞ്ച് ഓഫീസിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കറികളൊക്കെ ഇട്ട് ഒരു 5-8 കറികളൊക്കെ എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ കറിയൊക്കെ എണ്ണി നോക്കി, 1-2 തന്നെ. ഇപ്പം ഞങ്ങൾക്ക് തോന്നി. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇത്ര എണ്ണം കറികൾ നമുക്ക് ഭക്ഷിക്കാനുള്ളത് മതി, എന്തോരം പേരാണ് പട്ടിണി കിടക്കുന്നത്, അപ്പോൾ ഇത്രയും കറികളൊന്നും വേണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാലും വളരെ സ്നേഹപൂർവ്വം അത് തിരുത്തി തരുമായിരുന്നു. ലാളിത്യത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഞങ്ങൾക്കിപ്പോഴും ഒരു മാതൃകയായിരുന്നു. അത്ര കഷ്ടപ്പാടിലൊക്കെ അച്ഛനെ പറ്റുന്ന വലിയ സാമ്പത്തികമില്ല. പിന്നെ കുറച്ച് പേര് ജർമ്മനിക്കൊക്കെ പറഞ്ഞയച്ച് അവരുടെ സാലറിയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലത്ത് എന്നാൽ ഇന്നത്തേക്കാൾ കൂടുതൽ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത് അന്നത്തെ ഓരോ അനുഭവങ്ങളും പങ്കുവെക്കലുമൊക്കെയാണ്. ഒരിക്കലും അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, പല ഭവനങ്ങളിലും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു ഭവനത്തിൽ 2-3 സിസ്റ്റർമാർ നേഴ്സിംഗൊക്കെ പഠിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലൊരാളുടെ സാലറി ഇല്ലാത്തൊരു ഭവനത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ചെറിയ സാലറിയൊക്കെ ആയതുകൊണ്ട് അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ഞാനന്ന് മദറായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മദറെ പല ആവശ്യങ്ങളുണ്ട്, ഈ പണം തികയുന്നില്ല എന്ന് പലപ്പോഴും പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവർക്ക് തികയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരോടത് കൊടുക്കണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മളുള്ളത് മിച്ചം വച്ചിട്ട് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല, ഉള്ളത് പങ്കുവയ്ക്കണം. അപ്പം അവർക്ക് തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് മദർ ഹൗസിൽ നിന്ന് കൊടുത്തു, ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞത് വേണ്ടെന്ന് പറയണ്ട. അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾ, ഒരു പട്ടിക്കൂട് ഉണ്ടാക്കണം, കോഴിക്കൂട് ഉണ്ടാക്കണം, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. അപ്പം നമ്മളെ ഇല്ലായ്മയിൽ ഉള്ളത് പങ്കുവെക്കണമെന്ന്, അതൊരു വലിയൊരു സന്ദേശമായിരുന്നു. അങ്ങനെ പങ്കുവെക്കാനായിട്ട് ഭവനങ്ങളും പ്രൊവിൻസുകളും എല്ലാം പങ്കുവെച്ച് ജീവിക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ശൈലിയായിരുന്നു. അച്ഛൻ തന്നെ അങ്ങനെ പങ്കുവെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് അച്ഛനിൽ നിന്ന് ലഭിച്ച ഒരു വലിയ മാതൃകയായിരുന്നു. കുളത്തുവയലിൽ ധ്യാനത്തിൻ്റെ തുടക്കം വളരെ ചെറിയ തുടക്കമായിരുന്നു. 8 കുട്ടികളോട് കൂടിയാണ് ധ്യാനം ആരംഭിച്ചത്. പടിപടിയായിട്ട് ധ്യാനം വളർന്ന് വികസിക്കുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ അച്ഛൻ പല സ്ഥലങ്ങളിലും പല ഇടവകളിലും സ്ഥാപനങ്ങളിലും കോളേജുകളിലുമൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങളെ സിസ്റ്റേഴ്സിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ അൽമായ സഹോദരങ്ങളെയും കൂട്ടുമായിരുന്നു. ധ്യാനത്തിൻ്റെ ആരംഭം മുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും ധ്യാനത്തിന് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പ് തന്നെ അച്ഛനെ ക്ലാസ്സെല്ലാം പറഞ്ഞു കേൾപ്പിക്കണമായിരുന്നു. അച്ഛൻ്റെ പ്രത്യേകമായ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുള്ള വിഷയങ്ങൾ എടുത്തിരുന്നത് പ്രാർത്ഥിച്ച്, ആരെടുക്കണമെന്നുള്ള തീരുമാനം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്ദേശമനുസരിച്ചാണ് വിഷയങ്ങളെയും ആളുകളെയും ഒക്കെ നിശ്ചയിച്ചിരുന്നത്. 76 മുതൽ അച്ഛൻ്റെ ടീമിൽ ആദ്യകാലത്ത് ധ്യാനത്തിന് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു ധ്യാനം നടത്തിയിരുന്നത്. MSMA സമൂഹ അംഗങ്ങൾക്കെല്ലാം ഈ ധ്യാനത്തോട് ആഭിമുഖ്യം വളർത്തുവാൻ വേണ്ടി ആയിരിക്കണം അച്ഛന് അതിൻ്റെ അധികാരികളെയും അതിൽ അംഗമായി ഉൾപ്പെടുത്തിയിരുന്നു. ബാംഗ്ലൂരും മദ്രാസിലുമൊക്കെ കൺവെൻഷൻ നടത്തിയപ്പോഴും ഞങ്ങളെ ടീമായിട്ട് അച്ഛൻ കൊണ്ടുപോയി. അതിനുശേഷം ധ്യാനം നടത്തിയ അവസരത്തിൽ ഞാൻ അധ്യാപികയായിരുന്നുകൊണ്ട് സ്കൂളിൽ പോകുന്നതിന് ഒപ്പം ക്ലാസ്സിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് മാനസികമായിട്ട് അതൊരു പ്രയാസം തോന്നിയ ഒരു വെല്ലുവിളിയായിട്ട് അനുഭവപ്പെട്ടു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. അച്ഛനൊരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പാലായിലെ അച്ഛന്മാർക്ക് വചനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനുള്ള ഒരു നിർദ്ദേശം എനിക്ക് തന്നു. അപ്പം ബൈബിളൊന്നും പഠിക്കാതെ എനിക്ക് ആ ക്ലാസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നി. മാത്രമല്ല സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പോവുകയും ചെയ്യണം.
അപ്പം ഞാൻ അച്ഛനോട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ മൈൻഡ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. കാരണം അച്ഛൻ പറഞ്ഞു കർത്താവ് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സ്വഭാവമായിരുന്നു. അപ്പം ഞാൻ കാപ്പിൽ ജോസ് ആയിരുന്നു അന്ന് അച്ഛനെ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എടുത്തു കൊടുത്തിരുന്നത്. അപ്പം ജോസിനോട് ഞാൻ പറഞ്ഞു ഈ സ്കൂളിൽ പോക്ക് ഉള്ളത് കൊണ്ട് ഇതൊന്ന് മാറ്റിത്തരണമെന്ന്. അപ്പോൾ ജോസും പറഞ്ഞു സിസ്റ്ററെ ഇത് പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞതായതുകൊണ്ട് എനിക്കത് മാറ്റാനായിട്ട് അനുവാദമില്ലെന്ന്. അപ്പോൾ രണ്ടിടത്തും നിഷേധിക്കപ്പെട്ടപ്പോൾ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ കർത്താവിനെ അങ്ങ് സമർപ്പിച്ചു. എന്ത് വന്നാലും വേണ്ടിയില്ല, ഇതിൻ്റെ പേരിൽ എന്ത് പ്രയാസം ഉണ്ടായാലും കർത്താവിൻ്റെ ഹിതമായിട്ടായിരിക്കും, അതുകൊണ്ട് അധികാരികൾ പറഞ്ഞത് അനുസരിച്ചാക്കാമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്ത് അതേ നിമിഷത്തിൽ തന്നെ ജോസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ജോസിനോട് പറഞ്ഞു സിസ്റ്ററെ ഈ ഒറ്റ പ്രാവശ്യം പോയാൽ മതി എന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്ന ഒരു അവസരമായിരുന്നു ഈ ഒരു സംഘർഷവും ഇന്ന്. എൻ്റെ സ്വന്തം ഇഷ്ടം ബലി കഴിച്ച് അധികാരികളിലൂടെ വന്ന ദൈവഹിതം അനുസരിച്ച പല അനുഭവങ്ങളും ഇതുപോലെ എനിക്ക് പിന്നീട് ഗുണമായിട്ട് അനുഭവപ്പെട്ടു. അച്ഛനും അനുസരണയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. തമ്പുരാൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഉള്ള കാര്യമാണെങ്കിലും നാണംകേട് വരുന്നതാണെങ്കിലും അതനുസരിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു. അതുപോലെ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് നൽകിയൊരു പരിശീലനം പലപ്പോഴും ആദ്യം വിഷമം തോന്നിയാലും പിന്നീട് അത് കൂടുതൽ നന്മയായിട്ട് ഭവിച്ച പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ചു അധികാരികളുടെ വരുന്ന ദൈവ തിരുമനസ്സ് നിറവേറ്റുന്നത് സമർപ്പിതർക്ക് ഏറ്റവും ഉചിതമാണെന്നും അതുകൊണ്ട് നന്മയെ സംഭവിക്കുള്ളെന്നും. ആദ്യം നമുക്ക് വിഷമം തോന്നിയാലും പിന്നീടത് നന്മയായിട്ട് ജീവിതത്തിൽ നിലനിൽക്കുന്നു.